അഖില മിസ്സാണ്. വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ സ്കൂളിൽ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. EVSലെ ആദ്യത്തെ ചാപ്റ്റർ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്, ജീവികളും ചുറ്റുപാടും. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിനു വേണ്ടി മക്കൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതാ ഈ കാണുന്ന ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇവിടെ ഇതാ നമ്മുടെ അക്വേറിയത്തിലൊരു മീനിനെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടറിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് അല്ലേ. അപ്പോൾ അക്വേറിയത്തിലായിക്കോട്ടെ, കുളത്തിലോ തോടിലോ ഒക്കെ ആയിക്കോട്ടെ, വെള്ളത്തിലാണ് ഇവർ ജീവിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും മീനിന് വെള്ളത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? നമുക്ക് അതേപോലെ വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ പറയുന്ന മീനിനെ നമ്മളെ വെള്ളത്തിൽ ജീവിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാനിവിടെ 2 പിക്ചർ വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മീനാണ്, ഒന്ന് നമ്മുടെ തോണിയും നമ്മുടെ ബോട്ടാണ് അല്ലേ. അപ്പോൾ ഈ തോണിയുടെ ഷേപ്പും നമ്മുടെ മീനിന്റെ ഷേപ്പും ഒന്ന് നിങ്ങൾ നോക്കി നോക്കി അല്ലേ. എന്താണ് ഏകദേശം ഒരേ രൂപമാണല്ലേ, ഒരു ബോട്ട് ഷേപ്പാണ് നമ്മുടെ ഫിഷിനുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ആക്ച്വലി ഇത് എന്താണെന്നറിയോ, നമ്മുടെ മീനിനെ നമ്മുടെ വെള്ളത്തിലൂടെ നീന്താനായിട്ട് സഹായിക്കുന്ന അതിൻ്റെ ഒരു ഘടകമാണ് ഈ പറയുന്ന അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇത് മാത്രമൊന്നും അല്ല കേട്ടോ, മീനിനെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് അതിൻ്റെ ബോട്ട് ഷേപ്പ് അല്ലേ, തോണിയുടെ പോലെയുള്ള 2 അറ്റവും കൂർത്ത ആകൃതി നമുക്ക് പറയാം. ആൻഡ് അതിൻ്റെ ബോഡി നമ്മൾ തൊട്ട് നോക്കിയ ആളുകൾക്കറിയാം ഭയങ്കര വഴുവഴുപ്പാണ് അല്ലേ, സ്ലിപ്പറി ബോഡി എന്ന് നമ്മൾ പറയും. അതെന്താ സംഭവം? അതും ഈ പറയുന്ന പോലെ അതിന് എന്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, വെള്ളത്തിലൂടെ ഒക്കെ ഇങ്ങനെ തെന്നി തെന്നി നീങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് അതിന് ഫിൻസ് ഉണ്ട്, ചിറകുകളുണ്ട്. വെള്ളത്തിലൂടെ തുഴഞ്ഞു നീങ്ങാൻ നമുക്കുണ്ടോ? ഇല്ല. ബോട്ടിലെ തോണിയിലൊക്കെ നമ്മൾ തുഴ ഉപയോഗിക്കുന്നില്ലേ, അതേപോലെ ഇതിന് സ്വന്തമായിട്ട് കാര്യങ്ങളുണ്ട് അല്ലേ. ആൻഡ് അതിന്റെ ടെയിൽ ഫിൻ എന്ന് പറയും, നമ്മുടെ വാൽച്ചിറകുണ്ട്. ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് ദിശ മാറ്റി കൊടുക്കാനൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, അതിന്റെ വാൽച്ചിറകാണ് അല്ലേ. അതുപോലെ തന്നെ അതിന് എന്താണ്, വളരെ ഓർഡർ ആയിട്ടുള്ള ശൽക്കങ്ങൾ. മീനൊക്കെ മുറിക്കുന്ന സമയത്ത് പാരൻസ് ഒക്കെ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് പോയാൽ നിങ്ങൾക്ക് അറിയാം, അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ സ്കെയിൽസ് കാണാൻ പറ്റും. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, അതിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു പ്രൊട്ടക്ഷൻ, അതായത് ചൂടും തണുപ്പും ഒന്നും ഏൽക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിന്റെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, അതിന് തലയ്ക്ക് ഇരുവശത്തുമായിട്ടല്ലേ കണ്ണുള്ളത്. അപ്പോൾ ഒരേ സമയത്ത് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ചുറ്റുപാടിനെ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. ജലത്തിനടിയിൽ വലിയ ഏരിയ അല്ലേ, അതൊക്കെ കൃത്യമായിട്ട് അതിന് കാണാനായിട്ട് പറ്റും. ആൻഡ് അതിന് എന്തുണ്ട്, ഗിൽസ് ഉണ്ട്, ശകുലങ്ങൾ. അപ്പൊ ജലത്തിലുള്ളപ്പോൾ അതിനെ ശ്വസിക്കാൻ സഹായിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പൊ ഇതൊക്കെ മിസ് ഇപ്പൊ എന്തിനാ പറഞ്ഞു തന്നെ, ഇതിപ്പോ ഒരു ജീവിയെ നമ്മൾ കൺസിഡർ ചെയ്തതാണ് അല്ലെ, മീൻ എന്ന് പറയുന്ന ഒരു ജീവി. അപ്പൊ മീനിനെ വെള്ളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ആരെങ്കിലും മീനിനെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തതാണോ? അല്ല, മീനിന് സ്വന്തമായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഒരു കാര്യത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ, ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം എന്ന് നമുക്ക് വിളിക്കാം. സോ എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the peculiarities of an organism to live in its dwelling place is called adaptation. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേകതകൾ, അതിനുള്ള ശാരീരികമായിട്ടുള്ള അതിന്റെ കുറെ സവിശേഷതകളുണ്ട്. അതിനെ എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്നത് അഡാപ്റ്റേഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള മീനിനെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ബോട്ട് ഷേപ്പാണ്, നീന്താൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ആ ഷേപ്പ് എന്ന് പറയുന്നത് മീനിന്റെ എന്താണ്, ഒരു അഡാപ്റ്റേഷൻ ആണ് അല്ലെ, ഒരു അനുകൂലനമാണ്. അപ്പൊ മീനിന് മാത്രമല്ല, ഈ കണക്കിന് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന പല ജീവികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനും ഉണ്ട്. സോ മക്കളെ, നമ്മുടെ ചാപ്റ്റർ ഇതാ 1 by 1 ആയിട്ട് അല്ലെ, അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രാണ ബാച്ചിൽ നമ്മൾ എന്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, സ്കൂൾ തുറന്നിട്ട് കയറാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇനിയും സമയം വൈകരുത്, വേഗം തന്നെ വന്നോളാം. സൂപ്പറായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. എന്നിട്ട് എത്രയും പെട്ടെന്ന് വരിക. നമുക്ക് ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനും ഉണ്ട്. നിങ്ങൾ പാരൻസിനോട് ചോദിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന പ്ലാൻ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ പറയുന്ന നോട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. അടിപൊളിയായിട്ട് ഈ ഒരു അക്കാദമിക് ഇയർ നമുക്ക് സെറ്റ് ആക്കണം. അപ്പോൾ പ്രാണ ബാച്ചിൽ കാണാം. ബൈ.